അടുപ്പം ഇതാ കണ്ടില്ലേ ധ്യാനമൊക്കെ നല്ല സോഷ്യൽ മൈൻഡാണ്. ഒരു താരജാടകളൊന്നും ഇല്ലാത്ത ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. എന്തോവിൻ്റെ താരജാട. ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ മൂന്നിൻ്റെ അന്ന് കാണാം പുഴു ഞവിക്കുന്നത്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. കുറേ നാൾ മാത്രം തത്തി കളിച്ചു നശിച്ചു പോകുന്ന നശ്വരനാണ് മനുഷ്യൻ. അപ്പം നമുക്ക് എന്തോവിൻ്റെ ജാട ഒന്നും വേണ്ട. അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജാടയാണ്. അതേ ഞാൻ പറയും. അല്ലാതെ കണ്ടില്ലേ എന്ത് സോഷ്യലായിട്ടാണ് ധ്യാനമൊക്കെ. മോനും അതുപോലെ ധ്യാനിൻ്റെ കൂട്ട് തന്നെയാണ് ബേസിലും. ഞങ്ങൾക്കുള്ള അമ്മ എന്നാണ് വിളിക്കുന്നത്. ജയ് ജയഖയിലെ സെറ്റിലെ കംപ്ലീറ്റ് എണ്ണ അമ്മ അമ്മ കനകാമ്മ അങ്ങനെയാണ് വിളിക്കുന്നത്. എല്ലാവർക്കും എന്നോടൊരു പ്രത്യേകത. നമ്മളതുപോലെ അവരോട് ഇടപെടുന്നു. അത് നാച്ചുറലായിട്ടേ എനിക്ക് പറ്റൂ. എനിക്കൊരു കൃത്രിമത്വം ഇല്ല. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് നമ്മുടെ. അതുകൊണ്ടായിരിക്കും അവരെന്നെ സ്നേഹിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് എനിക്ക് അങ്ങനെയില്ല. ഒരു ധർമ്മക്കാരിയായാലും കലാകാർക്ക് നീതി പുലർത്താൻ പറ്റുന്ന ക്യാരക്ടർ കിട്ടണം, ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടർ. ഞാൻ നാടകം 50 വർഷം ചെയ്തതും സൈഡ് ക്യാരക്ടർ ചെയ്തിട്ടില്ല. നല്ല ക്യാരക്ടർ കിട്ടണം. ഇപ്പോഴും ഞാൻ കെഞ്ചിക്കൊണ്ടിരിക്കുക നല്ല ക്യാരക്ടറിന് വേണ്ടി. എനിക്ക് നല്ല കഥാപാത്രം തരണേ, വെറൈറ്റി ഇങ്ങോട്ട് താ എന്ന് ഞാൻ പറയും. എന്നാൽ നമുക്ക് ചെയ്യാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കഥാപാത്രവും. അപ്പം നാടകവും സിനിമയും തമ്മിലുള്ള അന്തരവും അറിയാം. അപ്പം നമുക്ക് ഏതൊരു ക്യാരക്ടറും ചെയ്യാൻ പറ്റും. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, സംവിധായകൻ പറഞ്ഞതെന്നനുസരിച്ച് നമുക്ക് വിനയത്തോടെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു. ഇപ്പോൾ അടുത്ത പടം പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടാണ് സന്തോഷ് ട്രോഫി. ഇനി തമിഴ് ഒരെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഡേറ്റ് തമ്മിൽ ഇങ്ങനെ കൊളുത്തി കിടക്കുന്നുണ്ട്. തമിഴ് നല്ല 2 തമിഴ് ഇപ്പം വരുന്നുണ്ട്.